ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ എ പാർട്ടിൽ 1 മാർക്കിന് 2 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഡയമെൻഷൻ ഓഫ് എ വെക്റ്റർ സ്പേസ്? ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓർത്ത് വയ്ക്കുക, ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ആ വെക്റ്റർ സ്പേസിൻ്റെ ബേസിസിലുള്ള നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ആയിരിക്കും. സോ ഏതൊരു വെക്റ്റർ സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനൊരു ബേസിസ് ഉണ്ടായിരിക്കും. ആ ബേസിസിലുള്ള നമ്പർ ഓഫ് വെക്റ്റേഴ്സിനെയാണ് നമ്മൾ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോൾ ഒരു വെക്റ്റർ സ്പേസിലെ ബേസിസിൽ 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10 വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ, ആ വെക്റ്റർ സ്പേസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, ഇതാണ് കഴിഞ്ഞ സെമ്മിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ. സോ ഈ സെമ്മിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും ഡയമെൻഷൻ ചോദിക്കില്ല, അതിന് പകരം റിലേറ്റഡ് ആയ വേറെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുക. സോ ഒരു വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. മേ ബി ഈ വർഷം ചോദിക്കുന്നത് വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് എ വെക്റ്റർ സ്പേസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ട് ഈസ് എ ബേസിസ് എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ വെക്റ്റർ സ്പേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓർത്ത് വയ്ക്കുക, ഒരു എൻ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് ആണ്. സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസിനെ നമ്മൾ എൻ വെക്റ്റർ സ്പേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ 3 ടപ്പിൾസ് അതായിരിക്കും 3 വെക്റ്റർ സ്പേസ്, അല്ലെങ്കിൽ V3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മേ ബി അതുപോലെ ബേസിസിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 വേർഡ്സാണ്. അത് ഒരു വെക്റ്റർ സ്പേസിൻ്റെ സബ് സ്പേസ് ആയിരിക്കും. അത് സ്പാൻ ചെയ്യും, വെക്റ്റർ സ്പേസിനെ സ്പാൻ ചെയ്യും, ആൻഡ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ് സ്പേസ് ദാറ്റ് സ്പാൻസ് ദി വെക്റ്റർ സ്പേസ് ഈസ് കോൾഡ് ദി ബേസിസ് ഓഫ് ദി വെക്റ്റർ സ്പേസ്. ദി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ് സ്പേസ് ദാറ്റ് സ്പാൻസ് ദി വെക്റ്റർ സ്പേസ്. ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നതും സ്പാൻ എന്ന് പറയുന്നതാണ് അവിടെ കീവേഡ്സ്. അത് രണ്ടും നിർബന്ധമായിട്ടും ബേസിസ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഡിഫൈൻ ദി റാങ്ക് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ്. മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല അടുത്തത്. ഓക്കെ, അതുപോലെ ഓർത്ത് വയ്ക്കുക, നിങ്ങളടുത്ത് 1 മാർക്കിൽ ചോദിക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ. സപ്പോസ് 1001 തന്നു, ഇതിൻ്റെ റാങ്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 ആണ്. നമ്പർ എത്രയാണ്? 2 എണ്ണം ഉള്ളത്. അതുപോലെ റാങ്ക് 100010001. ഇത് ചോദിച്ചാൽ റാങ്ക് 3 ആണ്. ഇനി നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ 0യ്ക്ക് പകരം സോ ഇത് 11, ഇതും 11. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം ആണ്. അങ്ങനെ സെയിം ആയിട്ട് വന്നാൽ ആ 2 റോനെയും നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കണക്കാക്കൂല. സോ ഇത് രണ്ടും ക്യാൻസലായി പോവും, ആൻഡ് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 2 ഒരുമിച്ച് ക്യാൻസലാവില്ല, ഏതെങ്കിലും ഒരെണ്ണം ക്യാൻസലായിട്ട് പോവും. സോ ബാക്കി റാങ്ക് വരിക 2 ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഇപ്പോൾ ഇവിടെ ഒരെണ്ണം വരികയാണെങ്കിൽ ഈ ഒരു റോ ക്യാൻസലായി പോവും. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. സോ പാർട്ട് ബിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിറ്റർമൈൻ ദി റാങ്ക് ഓഫ് എ ഗിവൺ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ റാങ്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് റോസ് ആണ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഫസ്റ്റത്തെ എലമെൻറ്റ്, ഇപ്പോൾ ഇവിടെ 0 വന്നെടുത്ത് നമ്മൾ 1 ആക്കണം, അടുത്ത താഴെയുള്ള എലമെൻറ്റിനെ 0 ആക്കണം, ഇവിടെയും 0 ആക്കണം. സോ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? റാങ്ക് കണ്ടുപിടിക്കുക. ആദ്യത്തെ എലമെൻറ്റിനെ 1 ആക്കും, പിന്നെ 0 ആക്കും, വീണ്ടും 0 ആക്കും, അതിൻ്റെ അടുത്ത് ഇവിടെ 0 ആക്കും, ഇവിടെ 0 ആക്കും. സോ ഇങ്ങനെയാണ് പോവുക. ഓക്കെ, സോ ഈ ഒരു എൽ ഷേപ്പിൽ നമ്മൾ 0 ആക്കി പോകും. അതിൽ ഫസ്റ്റ് എലമെൻറ്റിനെ 0 അല്ല 1 ആയിരിക്കും ആക്കുക. സോ അതിന് വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസും യൂസ് ചെയ്യും. നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം?
ഒന്നെങ്കിൽ നമുക്ക് 2 റോസിനെ ഇൻ്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റോനെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത് എന്താ ചെയ്യാൻ പറ്റുക, ഒരു റോൻ്റെ കൂടെ നമുക്ക് വേറൊരു റോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ഒരു റോൻ്റെ കൂടെ വേറൊരു റോൻ്റെ മൾട്ടിപ്പിൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ഫോർമേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, മെട്രിക്സ് തന്നത് 0 0 5 3 5 0 5 0 0. ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാനാണ്. റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇവിടെ എന്താ, ഈ ഒരു സ്റ്റെപ്പിൽ 0 അല്ല വരേണ്ടത്, 1 ആണ് വരേണ്ടത്. സോ ഇവിടെ 1 വരണം. 1 വരണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, സോ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് റോനെയും തേർഡ് റോനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. സോ അതെങ്ങനെ നമ്മൾ എഴുതുക, R1 ഇൻ്റർചേഞ്ചസ് ടു R3. ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്, R1 റോ 1നെയാണ് നമ്മൾ R1 എന്ന് പറയുക. സോ R1ൻ്റെ സ്ഥാനത്ത് R3യും R3യുടെ സ്ഥാനത്ത് R1ഉം എഴുതാം. അപ്പോൾ അങ്ങനെ കിട്ടും നമുക്ക്. സോ ഈ റോ ഇങ്ങോട്ടും ഈ റോ ഇങ്ങോട്ടും പോകും. അപ്പോൾ ഫസ്റ്റ് റോ വരിക 5 ഇവിടെ ചെയ്തിട്ടുണ്ട്, 5 0 0 3 5 0. സെക്കൻഡ് റോയിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തിയില്ല, 3 5 0 0 0 5. പക്ഷേ ഇവിടെ ഇപ്പോൾ 5 ആയുള്ളൂ, എന്തായില്ല, 1 ആയില്ല. സോ 1 ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, R1നെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ R1/5 ചെയ്യുക. R1/5 ചെയ്യുക പറയുമ്പോൾ R1ലെ ഓരോ എലമെൻറ്റിനെയും ഫസ്റ്റ് റോയിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ എങ്ങനെ കിട്ടും, 5/5 1, 0/5 0, 0/5 0. ഓക്കെ, സോ ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്താണ്, സോ ഇപ്പോൾ ഇവിടെ 1 ആയി. ഇനി നമുക്ക് ഈ 3 0 ആക്കണം, തൊട്ട് താഴെയും 0 ആക്കണം. സോ ഏറ്റവും ലാസ്റ്റ് എലമെൻറ്റ് 0 തന്നെയാണ്. അപ്പോൾ ഇനി 3നെ 0 ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും, സോ R2 ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. R2ൽ 3 0 ആവണം. സോ എങ്ങനെ ചെയ്യാം, നമ്മൾ R2 ചേഞ്ചസ് R2 മൈനസ് 3 R1. ഇവിടെ 3 ആയതുകൊണ്ടാണ് നമ്മൾ 3 R1 എടുത്തത്. എന്താ ട്രാൻസ്ഫോർമേഷൻ എടുത്തത്, ഇതവിടെ ഉണ്ട്, R2 ചേഞ്ചസ് R2 മൈനസ് 3 R1. ഇത് പോസിബിൾ ആവുന്നത് എപ്പോൾ മാത്രമാണ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആവുമ്പോൾ മാത്രമാണ്. സോ ആദ്യം നമ്മളിവിടെ 1 ആക്കുന്നു, ദെൻ അടുത്ത ഇവിടെ 0 ആക്കാൻ വേണ്ടി എന്ത് കൊടുത്തു, R2 ചേഞ്ചസ് R2 മൈനസ് 3 R1. ഇപ്പോൾ 3ക്ക് പകരം അവിടെ 4 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും, R2 ചേഞ്ചസ് R2 മൈനസ് 4 R1. സോ ഇനി ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, ഓരോ എലമെൻ്റ് ആയിട്ട് ചെയ്യുക. R2 ചേഞ്ച് ചെയ്യണം. R2ലെ ഫസ്റ്റത്തെ ആരാണ്, 3 മൈനസ് 3 R1, R2 മൈനസ് 3 R1. 3 ഇൻറ്റു R1ൻ്റെ സ്ഥാനത്ത് ആരാണ്, 1. സോ ദാറ്റ് ഈസ് 3 മൈനസ് 3 ഈസ് ഈക്വൽ ടു 0 ഇടുക. ഇതാണ് ഇവിടെ. ഇനി അടുത്തത് എന്താ, ഇവിടെ 5 ആണ്. 5 മൈനസ് 3 ഇൻറ്റു ഇവിടെ 0 ആണ്, 3 ഇൻറ്റു 0 ദാറ്റ് ഈസ് 5. അടുത്തതും 0 മൈനസ് 0 ഇവിടെ 0. സോ ഇത്രയായിട്ടുണ്ടെങ്കിൽ എന്തായി, സോ ഇവിടെ നമുക്ക് റെഡ്യൂസ്ഡ് ഫോം കിട്ടി. ഇപ്പോൾ നോക്കുക, ഒന്നാമത്തെ റോൻ്റെ മൾട്ടിപ്പിൾ അല്ല രണ്ടാമത്തെ റോ, രണ്ടാമത്തെ റോൻ്റെ മൾട്ടിപ്പിൾ അല്ല മൂന്നാമത്തെ റോ. അതായത് ഈ 3 റോയും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, റാങ്ക് ഇസ് ഈക്വൽ ടു 3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ്. സോ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ കാണാൻ നമുക്ക് എന്ത് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. സോ ഒരു 3/3 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്, λ³ മൈനസ് S1 λ² പ്ലസ് S2 λ മൈനസ് S3. ഓക്കെ, ഇതിനകത്ത് S1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്ത് വയ്ക്കുക, സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. സോ ഈ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മാണ് S1 വരിക. സോ ഇവിടെ S1 എന്ത് വന്നു, -2 + 1 ഇസ് ഈക്വൽ ടു -1. ഇനി S2 എന്താണ്, സം ഓഫ് പ്രൊഡക്ട്സ് ഓഫ് പ്രിൻസിപ്പൽ മൈനസ്
ഓക്കെ, സോ പ്രിൻസിപ്പൽ മൈനസ് എന്നൊന്നും ഓർത്ത് വയ്ക്കേണ്ട, സം ഓഫ് പ്രോഡക്ട്സ് ഓഫ്, ഓക്കെ അങ്ങനെ ഓർത്ത് വയ്ക്കേണ്ട, ഇങ്ങനെ ഓർത്താൽ മതി, സം ഓഫ് മൈനേഴ്സ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. S2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, സം ഓഫ് മൈനേഴ്സ് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ്. ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ മൈനേഴ്സിൻ്റെ സമ്മാണ്. സോ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? -2, 1, 0. സോ -2ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ, -2ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ -2 ഉള്ള റോയും കോളും കളഞ്ഞു, ബാക്കി ആരൊക്കെ ഉണ്ട്? 1, -6, -2, 0. അതിൻ്റെ ഡിറ്റർമിനൻറ്റിനെയാണ് നമ്മൾ -2ൻ്റെ മൈനർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? അടുത്ത ഡയഗണൽ എലമെൻറ്റ് 1 ആണ്. 1ൻ്റെ മൈനർ എന്ന് പറയുമ്പോൾ 1 ഉള്ള, ഇതാണ് 1 സെൻറ്ററിലുള്ള 1 ഉള്ള റോയും കോളും കളയുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ്. സോ എന്തൊക്കെ വരും? -2, -3, -1, 0. ഓക്കെ, ഇനി അടുത്തത് ഏതാ വരിക? അടുത്ത ഡയഗണൽ എലമെൻറ്റ് 0 ആണ്. 0 ഉള്ള റോയും കോളും കളഞ്ഞാൽ -2, 2, 2, 1. എന്നിട്ട് ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻറ്റ് കാണുക. അതെങ്ങനെ കാണുക? 1 × 0 -2 × -6. കാൽക്കുലേറ്ററിൽ അടിക്കുക, ആൻസർ എന്ത് കിട്ടും? -12. ഇനി ഇത് ചെയ്യുമ്പോൾ -2 × 0, 0, -1 × -3 is 3, -3 is -3. ഇത് ചെയ്യുമ്പോൾ -6. സോ ലാസ്റ്റ് ആൻസർ ഈസ് -21, ദാറ്റ് ഈസ് S2. ഇനി S3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ തന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. സോ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണുക? അപ്പം ഫസ്റ്റത്തെ എലമെൻ്റ് എടുക്കുക, ദാറ്റ് ഈസ് -2 ഇൻറ്റു -2 ഉള്ള റോയും കോളും കളയുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്. രണ്ടാമത്തെ എടുക്കുമ്പോൾ മൈനസ് എടുക്കുക. സോ അഗെയിൻ 2 ആണ് ഇവിടെ ഉള്ളത്, -2 എടുക്കുക, -2 ഉള്ള റോയും കോളും കളയുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ്, പ്ലസ് മൂന്നാമത്തെ എലമെൻറ്റ് -3 ഇൻറ്റു -3 ഉള്ള റോയും കോളും കളയുക, അതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 45 ആണ്. സോ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? S1 = -1, S2 = -21 ആൻഡ് S3 = 45. സോ എങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാൻ? λ³ - S1 λ² പ്ലസ് S2 λ - S3 = 0. അപ്പോൾ ഇങ്ങനെ വരും λ³ - S1 λ². S1 is -1 λ² plus S2 λ. S2 is -21 minus S3 is 45 equal to 0. That is ഇവിടെ മൈനസ് പ്ലസ് ആവും, ആൻഡ് ഇവിടെ പ്ലസും മൈനസും ഒരുമിച്ച് വരുമ്പോൾ മൈനസ് ആവും. സോ ആൻസർ എന്ത് കിട്ടും? λ³ മൈനസ് λ³ പ്ലസ് λ² -21 λ -45 is equal to 0. ഇതായിരിക്കും നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുക. ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും എന്ത്? ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ ലാംഡേൻ്റെ വാല്യൂസ് വരും. ഓക്കെ, സോ ഇവിടെ അതിൻ്റെ വാല്യൂ സൊല്യൂഷൻ കാണുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ λ³ പ്ലസ് λ² മൈനസ് 21 λ - 45 is equal to 0. എങ്ങനെയാണ് ഒരു 3/3 ഡിഗ്രി പോളിനോമിയൽ വന്നാൽ നമ്മൾ സൊല്യൂഷൻ കാണാം? 3 സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ലാംഡയ്ക്ക് 3 വാല്യൂസ് ഉണ്ടാവും. സോ ആദ്യത്തെ വാല്യൂവിനെ നമ്മൾ ജസ്റ്റ് ഇതിൽ ലാംഡയ്ക്ക് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് കണ്ടുപിടിക്കണം. സോ ലാംഡയ്ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് എപ്പോഴും നമ്മൾ ചെയ്യാറ്, ലാംഡയ്ക്ക് 1 കൊടുക്കും, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പിന്നെ ലാംഡയ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, -2 ചെയ്യും, പിന്നെ 3 ചെയ്യും, -3 ചെയ്യും. ഓക്കെ, ലാംഡയുടെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കും. 1 = 0 കിട്ടിയാൽ നമ്മൾ പറയും λ = 1 ഒരു സൊല്യൂഷനാണെന്ന് പറയും. സോ അവിടെ വെച്ച് നമുക്കൊരു സ്റ്റെപ്പ് നിർത്താം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ λ = 1 കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടൂല. സോ λ = 1 സൊല്യൂഷനല്ല.
പിന്നെ ലാംഡ ഈക്വൽ ടു -1 കൊടുക്കുമ്പോഴും 0 കിട്ടുന്നില്ല. സോ ലാംഡ ഈക്വൽ ടു -1 സൊല്യൂഷനല്ല. ലാംഡ ഈക്വൽ ടു 2 കിട്ടുന്നില്ല. ലാംഡ ഈക്വൽ ടു -2 കിട്ടുന്നില്ല. ലാംഡ ഈക്വൽ ടു -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടും. ഓക്കെ, സോ അത് ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരിക്കും നിങ്ങൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. 1 2 3 4 അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുക. സോ ഇവിടെ -3 കൊടുക്കുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യും? ലാംഡ ഈക്വൽ ടു -3 സൊല്യൂഷനാണെന്ന് എടുക്കും. ലാംഡ ഈക്വൽ ടു -3 സൊല്യൂഷനാണെങ്കിൽ ഇതിൻ്റെ ഫാക്ടർ എന്തായിരിക്കും? ലാംഡ ഈക്വൽ ടു -3 ആണ്. സോ ലാംഡ പ്ലസ് 3 ആയിരിക്കും ഫാക്ടർ വരിക. ഇനിയിപ്പോൾ ലാംഡ ഈക്വൽ ടു 3 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിലോ ലാംഡ -3 ആവും ഫാക്ടർ. പക്ഷെ ഇവിടെ ലാംഡ ഈക്വൽ ടു -3 ഫാക്ടർ ആയതുകൊണ്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് ലാംഡ പ്ലസ് 3 ആണ് ഫാക്ടറായിട്ട് വരിക. സോ ഒരു സൊല്യൂഷൻ നമുക്കായി, ലാംഡ ഈക്വൽ ടു -3. ഇനി ബാക്കി 2 കണ്ടുപിടിക്കണം. സോ അതുകൊണ്ട് ഈ ലാംഡ പ്ലസ് 3 കൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യും. ദിസ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് 3. സോ അത് നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യാം. സോ ആദ്യം ഇക്വേഷൻ എഴുതും, ഡിവൈഡഡ് ബൈ ഇടും, ലാംഡ പ്ലസ് 3 എഴുതും. എന്നിട്ട് എങ്ങനെ ചെയ്യാം? സോ നോക്കുക, ഇവിടെ ലാംഡ ക്യൂബാണ്. ലാംഡ ക്യൂബ് കിട്ടണമെങ്കിൽ ലാംഡേനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ലാംഡ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലാംഡ സ്ക്വയർ എഴുതി. ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ ഈസ് ലാംഡ ക്യൂബ്. ലാംഡ സ്ക്വയർ ഇൻറ്റു 3 ഈസ് 3 ലാംഡ സ്ക്വയർ. ഇനി അടുത്ത് ഇതിനെ ഡിവൈഡ് ചെയ്യുക. ലാംഡ ക്യൂബ് മൈനസ് ലാംഡ ക്യൂബ് 0 ആയിപ്പോവും. പിന്നെ അടുത്തത് ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ ലാംഡ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ലാംഡ സ്ക്വയർ ആണ്. സോ 1 മൈനസ് 3, 1 മൈനസ് 3 ഈസ് -2. സോ -2 ലാംഡ സ്ക്വയർ. ഇനി -21 ലാംഡേനെയും -45നെയും താഴോട്ട് ഇറക്കി എഴുതി. സോ -2 ലാംഡ സ്ക്വയർ -21 ലാംഡ -45. ഇപ്പോൾ ഇവിടെ -2 ലാംഡ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ലാംഡേനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2 ലാംഡ സ്ക്വയർ ആവും? -2 ലാംഡ കൊണ്ട്. സോ -2 ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? -2 ലാംഡ ഇൻറ്റു ലാംഡ, ലാംഡ സ്ക്വയർ. ഇനി -2 ലാംഡ ഇൻറ്റു 3 ഈസ് -6 ലാംഡ. ഇനി അഗെയിൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആവും. അടുത്ത ഇവിടെ എന്താണ്? -21 ലാംഡ -6 ലാംഡ. സോ -21 -6 വരും. സോ ദാറ്റ് ഈസ് -15. സോ -15 ലാംഡ -45. സോ ഇവിടെ -15. സോ -15 ഇൻറ്റു ലാംഡ -15 ലാംഡ -15 ഇൻറ്റു 3 -45. സോ ലാസ്റ്റ് ആൻസർ ഈസ് 0. സോ ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താണ്? ലാംഡ സ്ക്വയർ -2 ലാംഡ -15 ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ സൊല്യൂഷനായിരിക്കും നമ്മുടെ ലാംഡേൻ്റെ ബാക്കി 2 വാല്യൂ. സോ 2 സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വന്നാൽ എങ്ങനെ കാണുക? ഇവിടെ നോക്കാം, -15 ആൻഡ് ഇവിടെ -2. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയും ബിയും വേണം. എ ഇൻറ്റു ബി -15 ആയിരിക്കണം ആൻഡ് എ പ്ലസ് ബി -2 ആയിരിക്കണം. സോ ഏതൊക്കെ 2 നമ്പേഴ്സ് വരിക? ഒന്നിങ്ങനെ ആലോചിച്ചാൽ മതി. 15 ഇവിടെ -15 ആട്ടോ. 15 കിട്ടണമെങ്കിൽ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? 3 ഇൻറ്റു 5 ആണ് 15. പക്ഷെ 3 + 5 -2 ആവുന്നില്ല. 3 + 5 എന്തേ ചെയ്യുന്നുള്ളൂ? 8 ആണ് ആവുന്നത്. സോ ഏതെങ്കിലും ഒന്നിന് മൈനസ് ഇട്ട് കൊടുക്കുക. സോ ഇവിടെ -5ന് മൈനസ് ഇട്ട് കൊടുത്താൽ 3 ഇൻറ്റു -5 -15. ദാറ്റ്സ് കറക്റ്റ്. 3 + -5 -2. സോ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 3ഉം -5ഉം. സോ ഈ ഇക്വേഷനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ -5 ഇൻറ്റു ലാംഡ പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. സോ ലാംഡ ഈക്വൽ ടു ഏതൊക്കെ വരും? 5ഉം ലാംഡ ഈക്വൽ ടു -3ഉം. സോ ഐഗൺ വാല്യൂസ് ഏതൊക്കെയാണ്? നമുക്ക് നേരത്തെ കിട്ടിയത് ലാംഡ ഈക്വൽ ടു -3. സോ ലാംഡ ഈക്വൽ ടു 3 റൂട്ടാണ്. ലാംഡ ഈക്വൽ ടു -3ഉം ഐഗൺ വാല്യൂ ആണ്. ലാംഡ ഈക്വൽ ടു 5ഉം. സോ ഇവിടെ ടോട്ടൽ 3 ഐഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും. സോ ഓർത്ത് വയ്ക്കുക, 3 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. അത്യാവശ്യം ചെയ്യാനുണ്ട്. സോ ഇങ്ങനെയുള്ള ഐഗൺ വാല്യൂസ് കാണേണ്ട ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക.
ഇനി പാർട്ട് സിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് 7 മാർക്കിന് ചോദിച്ചാണ്. ഒന്ന്, ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ഒരു മെട്രിക്സ് തന്നിട്ട് ഐഗൺ വാല്യൂസും ഐഗൺ വെക്റ്റേഴ്സും കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചോദ്യം ചോദിച്ചത് എന്താ, സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ദി ഗോസ് എലിമിനേഷൻ മെത്തേഡ്. സോ ഗോസ് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ലീനിയർ ആൽജിബ്ര എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം കേട്ടോ. ഐഗൺ വാല്യൂസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ കൂടി പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ.